ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ടിപ്സ്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ പുതിയ സോഷ്യൽ ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്റർ ഭക്ഷണവും മനുഷ്യരും. അപ്പോൾ LP-UP എക്സാമിന് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊരു PSC എക്സാമിനും കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് SCERT ചാപ്റ്റേഴ്സ് എന്നാണ് അല്ലേ. അപ്പോൾ LP-UP എക്സാമിന് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ സോഷ്യൽ ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററാണ് ഭക്ഷണവും മനുഷ്യരും. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡയറി കുറിപ്പാണ് അല്ലേ. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേള ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയറി കുറിപ്പാണ്. സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണിതെന്ന് പറയുന്നത്, നമുക്ക് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ആ ഒരു ഡയറി കുറിപ്പിൽ നിന്ന് അതാണ് പറയാനുള്ളൂ. അപ്പോൾ ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. ഓക്കെ, അടുത്തത് ഭക്ഷണ സമ്പാദനം. മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളൊന്നാണ് ഭക്ഷണം. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കും. ഇതിൽ നോക്കിയിട്ട് ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രാചീന മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനം എങ്ങനെയായിരുന്നു? കാട്ടിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ അവിടെ മീൻ പിടിക്കാം, അതുപോലെ മൃഗങ്ങളെ വേട്ടയാടിയിട്ട് ജീവിക്കുന്നു. കല്ലുകളും കമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് മീൻ പിടിച്ചിട്ടും മൃഗങ്ങളെ കൊന്നിട്ടും ഒക്കെയാണ് അവരുടെ ഭക്ഷണം ശേഖരിച്ചിരുന്നത് അല്ലേ. ഈ വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെയായിരിക്കും? മത്സ്യങ്ങൾ, അതുപോലെ കായ്കനികൾ, വേരുകളും കിഴങ്ങുകളും, മൃഗങ്ങളുടെ മാംസം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. അടുത്ത ഹെഡിങ് പറയുന്നത് എന്താ? തീയും ഭക്ഷണവും. വേട്ടയാടലിലൂടെയും മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ ആദിമ മനുഷ്യർ പാകം ചെയ്തിട്ടാണോ കഴിച്ചിട്ടുണ്ടാവുക? അല്ല അല്ലേ, അന്ന് എന്തുണ്ടാവില്ല, തീ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയാവും തീ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? എങ്ങനെയായിരുന്നു? ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞിട്ടും അല്ലെങ്കിൽ പാറയിൽ ഉരച്ചിട്ടും കല്ലുകളും പാറയൊക്കെ കൂടി കൂട്ടി ഉരച്ചിട്ടൊക്കെയാണ് എന്തുണ്ടാവാൻ തുടങ്ങിയത്? തീ ഉൽപാദനം ഉണ്ടാവാൻ തുടങ്ങിയത്. അങ്ങനെ തീ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ആദ്യ മനുഷ്യർ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങിയത്. തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിലൊന്നാണ്. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളിലെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം അല്ലേ. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവുമൊക്കെ ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗം കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവുണ്ടാവും, അതുപോലെ ജനസംഖ്യാ വർധനവ്, പരിസ്ഥിതിയിലുള്ള മാറ്റങ്ങളൊക്കെ കാരണം ആയി ഉണ്ടാവും. അടുത്ത ഇത് പറയുന്നത് ഭക്ഷ്യോൽപാദനം. കാലക്രമേണ മനുഷ്യർ ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി അല്ലേ. അപ്പോൾ ഇങ്ങനെ
അവരിങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട് അവരിൽ വരുന്ന മാറ്റങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നീട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനൊക്കെ തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയ ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെ ആയിരുന്നു. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടാനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ അവർ വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ചെറിയ തൈകളൊക്കെ മുളച്ചു വരുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ അവർക്ക് തോന്നി എന്തുകൊണ്ട് കൃഷി ചെയ്തുകൂടാ. അങ്ങനെയാണ് അവർ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. പാറപ്പുറത്ത് ഇട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും, എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്? ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. അപ്പോൾ ആദ്യം കൃഷി ചെയ്യാൻ ആരംഭിച്ചത് എവിടെയാണ്? നദീതടങ്ങളിലാണ്. കാരണം കൃഷിക്ക് ആവശ്യമായ ജലം കിട്ടണം, അതുപോലെ വളക്കൂറുള്ള മണ്ണായിരിക്കണം അല്ലേ? ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു. അപ്പോൾ ഭക്ഷണത്തിനായിട്ട് ഓരോ സ്ഥലത്തേക്ക് അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ സ്ഥിര താമസം തുടങ്ങിയത് ഇന്ന് മുതലാണ്? കൃഷി ചെയ്യാൻ തുടങ്ങിയത് മുതലാണ്. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാവും? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു, ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു, കൂടുതൽ വിശ്രമ സമയം കിട്ടി. ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം. ആദിമ മനുഷ്യർ അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിലധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുക? മൺപാത്രങ്ങൾ, അതുപോലെ മൃഗത്തോല് കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, അങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെയാണ് അവർ ശേഖരിച്ച് വെച്ചിരുന്നത്. ആദ്യകാല കാർഷികോപകരണങ്ങൾ ഏതൊക്കെയാണ്? കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷികോപകരണങ്ങൾ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴിച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ പല വലുപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. അപ്പോൾ എന്താണ് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായത്? ചക്രം കണ്ടുപിടിച്ചതാണ്. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് വയ്ക്കാൻ അവർക്ക് ആദ്യം പാത്രങ്ങൾ വേണമായിരുന്നു. അതുകൊണ്ട് മണ്ണുകൊണ്ട് അവർ പാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെന്തെന്ന്? മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യാൻ ഉപയോഗിച്ചു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചു. അത് ഏറ്റവും വലിയൊരു നേട്ടമായിരുന്നു. അതുപോലെ ഈ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ ധാന്യപ്പുരകൾ നിർമ്മിച്ചു. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന
നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹാരപ്പൻ സംസ്കാരം അല്ലേ, പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷത എന്തായിരുന്നു? ധാന്യപ്പുരയായിരുന്നു. അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും പ്രധാന സവിശേഷതയാണ് ധാന്യപ്പുര. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വയ്ക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. ഇതിനെയാണ് കൈമാറ്റ സമ്പ്രദായം എന്ന് പറയുന്നത്. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത്. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. കടൽ തീരത്തുള്ളവർ ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റ് ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തു. അങ്ങനെ പരസ്പരം അവരവരുടെ കയ്യിലുള്ളത് പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയെയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. കാരണം അന്ന് നാണയം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനവൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്നു. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. സാധനങ്ങൾ കൈമാറാൻ തുടങ്ങിയതോടെ എന്താ തുടങ്ങി? കച്ചവടം അവർക്ക് പഠിക്കാൻ തുടങ്ങി. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു. അപ്പോൾ ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും എന്തൊക്കെ സാധനങ്ങളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്കിടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം ആണ് ആദ്യം നടന്നത്, ബാർട്ടർ സമ്പ്രദായം. അവിടെ നിന്ന് എന്ത് വന്നു? കച്ചവടത്തിലേക്ക് നയിച്ചു. കച്ചവടം വന്നു. പിന്നെ അവിടെ നിന്ന് ചന്തകൾ രൂപം കൊണ്ടു. അവിടെ നിന്ന് ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. അവ ക്രമേണ നഗരങ്ങളായി മാറി. അങ്ങനെയാണ് നഗരങ്ങളിലെ രൂപീകരണത്തെ പറ്റി ഒരു ഫ്ലോ ചാർട്ട് കണ്ടിട്ടില്ലേ? അതിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടങ്ങളുണ്ടായി. കച്ചവടത്തിൽ നിന്ന് ചന്തകൾ രൂപം കൊണ്ടു. ചന്തകളിൽ നിന്ന് കുറേ കച്ചവട കേന്ദ്രങ്ങൾ രൂപം കൊണ്ടു. അവിടെ നിന്ന് നഗരങ്ങളായി മാറി. ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിവിധ ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റമുണ്ടായിരുന്നു. റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത്. അപ്പോൾ നമുക്ക് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കൈമാറ്റം നടന്നത് പ്രാചീന കാലത്ത് ആരൊക്കെ ആയിട്ടായിരുന്നു എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്തെഴുതാം? റോമാക്കാരായിട്ടുണ്ടായിരുന്നു, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ ഒക്കെ അതിൽ പെടുന്നുണ്ട്. അടുത്ത കുറച്ച് ചിത്രത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ കാണിച്ചിട്ടുണ്ട്.
ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏതൊക്കെ സുഗന്ധദ്രവ്യങ്ങളായിരുന്നു? കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാ? കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. അപ്പോൾ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? കുരുമുളക്. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോകുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് സഞ്ചാരിയാണ് ആര്? വാസ്കോ ഡ ഗാമ അല്ലേ? കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവിഭവങ്ങളിലെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അതിൽ പേരയ്ക്കയും പപ്പായയും കൈതച്ചക്കയും കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങൊക്കെ കൊടുത്തു. പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് പേരയ്ക്കയെ അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിച്ചത്. വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവ പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയിലാണ് കേട്ടോ. മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. അതുപോലെ തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്തോനേഷ്യ, ഇന്ത്യ തുടങ്ങിയ ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഹ്രസ്വകാല വിളയാണ് മരച്ചീനി. അതുപോലെ മരച്ചീനി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവായിരുന്നു. തിരുവനന്തപുരത്തെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ആദ്യമായി കണ്ടുപിടിച്ച അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് ശ്രീ വിശാഖം എന്ന പേര് നൽകിയത് ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണ നിലനിർത്താനായിരുന്നു. അതുപോലെ പപ്പായയുടെ ജന്മദേശം അമേരിക്കയാണ്. ഇന്ന് മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും പപ്പായ കൃഷി ചെയ്തു വരുന്നുണ്ട്. അതുപോലെ പോഷകമൂല്യങ്ങളുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഴമാണ് പപ്പായ. പപ്പായയിൽ ഇരുമ്പ്, കാൽസ്യം, വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവയൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീലാണ്. സ്വർഗീയ ഫലം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിൽ കൈതച്ചക്ക പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. അപ്പം കൈതച്ചക്ക കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ദഹനത്തിന് വളരെ അനുയോജ്യമായ ഫലമാണ് കൈതച്ചക്ക. അതുപോലെ കശുവണ്ടിയുടെ ജന്മദേശം എവിടെയാണ്? ബ്രസീലാണ് കേട്ടോ. കശുവണ്ടിയുടെ ജന്മദേശം ബ്രസീൽ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കശുവണ്ടി പ്രചരിപ്പിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് കണ്ണൂരിലാണ്. എന്നാൽ കശുവണ്ടിയിൽ അധിഷ്ഠിതമായ വ്യവസായങ്ങൾ കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ്. കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, നാരുകൾ തുടങ്ങിയവ കശുവണ്ടി പരിപ്പിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറു ആണ് കേട്ടോ. നമുക്ക് ഏറെ പരിചയമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ കിഴങ്ങ് വിളയാണ് ഉരുളക്കിഴങ്ങ്. പ്രോട്ടീൻ, അന്നജം എന്നിവ ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഓരോന്നിൻ്റെയും ജന്മദേശം ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു. ഭക്ഷണവും അസമത്വവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. മിശ്രഭോജനം ആരുടെയാണ്? സഹോദരൻ അയ്യപ്പൻ. 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടതായി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് തെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്തെ നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണ രംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു.
പട്ടിണിയുടെ നേർക്കാഴ്ചകൾ. പിന്നെ കുറച്ച് വാർത്താ കുറിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബംഗാളിലെ ഭക്ഷ്യക്ഷാമം പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ഭക്ഷ്യക്ഷാമം ഉണ്ടായത് 1943 ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമമുണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം. എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായി വരുന്നു. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നു. അപ്പോൾ ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് കേരള സർക്കാർ രൂപം കൊടുത്ത പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായൊരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013. ഭക്ഷണവും ആരോഗ്യവും. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണല്ലോ ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട്. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇനി അടുത്തത് 2023 ഏത് വർഷമാണ്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ടാണ് നമ്മൾ ആഘോഷിച്ചിരുന്നത് അല്ലേ? 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഐക്യരാഷ്ട്ര സംഘടന നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരരുടെയും നിയമപരമായ അവകാശമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പോൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയും. ഇതിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ലോക ഭക്ഷ്യദിനം. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. അതുപോലെ മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയ ആദ്യത്തെ മൃഗം നായ. മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗം നായ. എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ. എപ്പോഴാണ് മിശ്രഭോജനം നടന്നത്? 1917 മെയ് 29. മിശ്രഭോജനം നടന്ന വർഷം 1917 മെയ് 29. ബംഗാൾ ക്ഷാമം ഉണ്ടായത് 1943. ബംഗാൾ ക്ഷാമം ഉണ്ടായത് 1943. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013. ഓക്കേ.